TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ 5ാമത്തെ ഭാഗം വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റബോളിസം, എൻസൈംസ് എന്നീ ടോപ്പിക്കുകളാണ്. ആദ്യമായിട്ട് നമുക്ക് മെറ്റബോളിസം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് മെറ്റബോളിസം എന്ന് നോക്കാം. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ ആയിരക്കണക്കിന് ബയോമോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത്. ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിലായാലോ ലിപ്പിഡ്സിൻ്റെ രൂപത്തിലായാലും പ്രോട്ടീൻസിൻ്റെ രൂപത്തിൽ, ന്യൂക്ലിക് ആസിഡ്സിൻ്റെ രൂപത്തിലോ അങ്ങനെ പല രൂപത്തിൽ ആയിരക്കണക്കിന് ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന ഈ ബയോമോളിക്യൂൾസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അവയ്ക്ക് ടേൺ ഓവർ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറീസ് എവർ മേഡ് വാസ് ദ ഒബ്സർവേഷൻ ദാറ്റ് ഓൾ ദീസ് ബയോമോളിക്യൂൾസ് ഹാവ് എ ടേൺ ഓവർ. ബയോമോളിക്യൂൾസിന് ടേൺ ഓവർ ഉണ്ട്. എന്താണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ടേൺ ഓവർ ഓഫ് എ ബയോമോളിക്യൂൾ? ടേൺ ഓവർ മീൻസ് ദാറ്റ് they are constantly being changed into some other biomolecules and also made from some other biomolecules. ഒരു ബയോമോളിക്യൂള് ടേൺ ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബയോമോളിക്യൂള് മറ്റ് ബയോമോളിക്യൂൾസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറുന്നു, ന്യൂക്ലിക് ആസിഡ്സ് DNA, RNA, ഷുഗർ, ബേസസ് ഈ രീതിയിലേക്ക് മാറുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സുകളിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും പറയാം, അമിനോ ആസിഡ്സുകൾ ചേർന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു, അതുപോലെ ന്യൂക്ലിയോടൈഡ്സുകൾ ചേർന്ന് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിൽ ബയോമോളിക്യൂൾസ് വലിയ മോളിക്യൂൾസ് ചെറിയ മോളിക്യൂളുകളായിട്ട് മാറുന്നു, ചെറിയ മോളിക്യൂളുകൾ കൂടിച്ചേർന്നിട്ട് വലിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ടേൺ ഓവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Turnover means that they are constantly being changed into some other biomolecules. മറ്റ് ബയോമോളിക്യൂൾസുകളായിട്ട് മാറുന്നു. ആൻഡ് ആൾസോ മെയ്ഡ് ഫ്രം സം അതർ ബയോമോളിക്യൂൾസ്. മറ്റ് ബയോമോളിക്യൂൾസിൽ നിന്നാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ബയോമോളിക്യൂള് മറ്റൊരു ബയോമോളിക്യൂളായിട്ട് മാറുമ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ ദിസ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഈസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് കോൺസ്റ്റൻ്റ്ലി ഒക്കറിങ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. അപ്പോൾ ഈ രീതിയിലുള്ള ബയോമോളിക്യൂൾസിൻ്റെ ട്രാൻസ്ഫർമേഷൻസ്, ഒരു മോളിക്യൂള് മറ്റൊരു മോളിക്യൂളായിട്ട് മാറുന്നത്, ഈ രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻസ് എല്ലാം നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. അപ്പോൾ ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മെറ്റബോളിസം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ? All the chemical reactions taking place inside the living organisms are collectively called metabolic. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിതാ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഒരു അമിനോ ആസിഡ്സ് ആണ്, ഒരു അമിനോ ആസിഡാണ്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ആൽഫ കാർബൺ ആറ്റം ഉണ്ട്, അതിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, സൈഡ് ചെയിൻ ഡിനോട്ടഡ് R ഉണ്ട്. അപ്പോൾ ഈ രീതിയിലിരിക്കുന്ന ഒരു അമിനോ ആസിഡ് ഒരു മെറ്റബോളിക് റിയാക്ഷനിൽ ഏർപ്പെട്ടിട്ട് ആ അമിനോ ആസിഡ് ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. കാർബോക്സിൽ ഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന CO2 മോളിക്യൂൾ റിമൂവ് ചെയ്യപ്പെടുന്നു. അതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഒരു അമൈൻ. അപ്പോൾ അമിനോ ആസിഡ്സ് അമൈനായിട്ട് മാറുന്നത് ഒരു മെറ്റബോളിക് റിയാക്ഷനാണ്. ഈച്ച് ഓഫ് ദ മെറ്റബോളിക് റിയാക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ബയോമോളിക്യൂൾ. ഓരോ മെറ്റബോളിക് റിയാക്ഷനും ഒരു ബയോമോളിക്യൂളിനെ മറ്റൊരു ബയോമോളിക്യൂളാക്കി മാറ്റുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ് അമിനോ ആസിഡ്സിൻ്റെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്നിട്ട് അമൈൻസ് ആയിട്ട് മാറുന്നത്. ഇനിയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. റിമൂവൽ ഓഫ് അമിനോ ഗ്രൂപ്പ് ഇൻ ന്യൂക്ലിയോടൈഡ് ബേസസ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് ബേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡിനൈനും ഗ്വാനൈനും തൈമിനും സൈറ്റോസിനും യുറാസിലും ഒക്കെ. അപ്പോൾ ഈ ഒരു ന്യൂക്ലിക് ആസിഡ്സിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോൾ ഒരു നൈട്രജൻ ബേസ് മറ്റൊരു നൈട്രജൻ ബേസായിട്ട് മാറും.
അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈറ്റോസിൻ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അത് യുറാസിലായിട്ട് മാറുന്നു. ഇവിടുത്തെ അമിനോ ഗ്രൂപ്പ് മാറിക്കഴിയുമ്പോൾ, അമിനോ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു സൈറ്റോസിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് യുറാസിൽ എന്നൊരു നൈട്രജൻ ബേസ് ആയിട്ട് മാറിയിരിക്കുന്നു, ഡീഅമിനേഷൻ റിയാക്ഷൻ നടന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിൽ കാണുന്ന 5-മീഥൈൽ സൈറ്റോസിൻ, സൈറ്റോസിനിൽ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് ചേർന്നിട്ടുള്ള 5-മീഥൈൽ സൈറ്റോസിൻ, ആ സൈറ്റോസിൻ ഡീഅമിനേഷൻ റിയാക്ഷൻ നടന്നിട്ട് അത് തൈമിൻ എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് മാറുന്നു, മറ്റൊരു നൈട്രജൻ ബേസായിട്ട് മാറുന്നു. അപ്പോൾ നൈട്രജൻ ബേസുകളുടെ മെറ്റബോളിസം ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മെറ്റബോളിക് റിയാക്ഷൻ. ഇനിയും നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ഫിഗറിൽ കാണുന്ന എക്സാമ്പിൾ നോക്കൂ. ഹൈഡ്രോളിസിസ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൽ മോണോസാക്കറൈഡ്സിനെ തങ്ങളിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോണോസാക്കറൈഡ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മെറ്റബോളിക് റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് ഓഫ് എ ഗ്ലൈക്കോസിഡിക് ബോണ്ടിന് ഡൈസാക്കറൈഡ്, ഈ ഒരു ഡൈസാക്കറൈഡ് മോണോസാക്കറൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ, ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ബ്രേക്കിംഗ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മെറ്റബോളിക് റിയാക്ഷൻ. ഈ രീതിയിൽ മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഓരോ ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് മാത്രമല്ല, ഈ റിയാക്ഷൻസ് എല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാത്വേസ് ഉണ്ടാകാറുണ്ട്. മെജോറിറ്റി ഓഫ് ദീസ് മെറ്റബോളിക് റിയാക്ഷൻസ് ഡു നോട്ട് ഒക്കർ ഇൻ ഐസൊലേഷൻ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ല, but are always converted into each other in a series of linked reactions called metabolic pathways. ഈ റിയാക്ഷൻസ് എല്ലാം കണക്ട് ചെയ്ത് ഒരു പാത്വേ, ഒരു സീരീസ് ആയിട്ട് നടക്കുന്ന ഒരു പാത്വേ ഉണ്ട്. ആ പാത്വേയാണ് നമ്മൾ മെറ്റബോളിക് പാത്വേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇതാ ഇവിടെ നോക്കൂ. ഇത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒരു മെറ്റബോളിക് പാത്വേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ്, 1,6-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്, 3-ഫോസ്ഫോഗ്ലിസറേറ്റ്, 2-ഫോസ്ഫോഗ്ലിസറേറ്റ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, ദെൻ ലാസ്റ്റ് പൈറുവേറ്റ്. ഈ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ, ഇത് ഓരോന്നും ഓരോ ഐസൊലേറ്റഡ് റിയാക്ഷൻസ് അല്ല, ഇതെല്ലാം സീരീസ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ഇതൊരു മെറ്റബോളിക് പാത്വേ ആണ്. അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതും ഒരു മെറ്റബോളിക് പാത്വേ ആണ്. പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈമായിട്ട് ഇതാ ഇവിടെ സിട്രേറ്റ്, ഐസോസിട്രേറ്റ്, ആൽഫ കീറ്റോ ഗ്ലൂട്രേറ്റ്, സക്സിനൈൽ കോയെ, സക്സിനേറ്റ്, ഫ്യൂമറേറ്റ്, മാൾട്ടേറ്റ്, ഓക്സാലോ അക്സറ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈക്കിളായിട്ട് നടക്കുന്ന റിയാക്ഷൻ, സൈക്ലിക്കായിട്ട് നടക്കുന്ന റിയാക്ഷൻസും ഉണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റബോളിക് പാത്വേ ആണ്. അപ്പോൾ ഈ രീതിയിൽ മെറ്റബോളിക് ഫ്ലോ ഈസ് കാൾഡ് ദ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ്. നമ്മുടെ ഈ ശരീരത്തിൽ കാണുന്ന ഈ ബയോമോളിക്യൂൾസുകളെല്ലാം അതേ രീതിയിൽ നിലനിൽക്കുക അല്ല ചെയ്യുന്നത്. അതൊരു ബയോമോളിക്യൂള് മറ്റൊരു ബയോമോളിക്യൂളായിട്ട് നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡൈനാമിക് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് മെറ്റബോളൈറ്റ് ഫ്ലോ ഈസ് കാൾഡ് ദ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് വിളിക്കുന്നത്. Another feature of these metabolic reactions is that every chemical reaction is a catalyzed reaction. ഇപ്പോൾ മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ മെറ്റബോളിക് റിയാക്ഷൻസ് എല്ലാം ഒരു കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതൊരു മെറ്റബോളിക് പാത്വേ ആണെന്ന് നമ്മൾ കണ്ടു. ഗ്ലൈക്കോളിസിസ് ഒരു മെറ്റബോളിക് പാത്വേ ആണ്. ഈ ഓരോ മെറ്റബോളിക് പാത്വേയിലും ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഹെക്സോസ് കൈനേസ് എന്ന് പറയുന്നിട്ട് ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. അതുപോലെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ദർ ഇസ് ആൾസോ എ കാറ്റലിസ്റ്റ് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പിൽ എല്ലാ സ്റ്റെപ്പിലും ആ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. അതാണ് മെറ്റബോളിക് പാത്വേയുടെ മറ്റൊരു ഫീച്ചർ. അനദർ ഫീച്ചർ ഓഫ് ദിസ് മെറ്റബോളിക് റിയാക്ഷൻസ് ഈസ് ദാറ്റ് എവരി കെമിക്കൽ റിയാക്ഷൻ ഈസ് എ കാറ്റലൈസ്ഡ് റിയാക്ഷൻ. There is no uncatalyzed metabolic conversions in living system.
പ്രത്യേകം ഓർക്കുക, ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസും കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ്. അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് റിയാക്ഷൻസും ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്നില്ല. The catalyst which hasten the rate of given metabolic conversions are also proteins. അപ്പോൾ അത് ഓർക്കുക, എന്താണ് ഈ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ മോളിക്യൂൾസ് ഇതെല്ലാം എന്താണ്? പ്രോട്ടീൻസ് ആണ്. കെമിക്കലി ഓൾ ദീസ് എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എൻസൈംസ് എല്ലാം പ്രോട്ടീൻസ് ആണ്. ദീസ് പ്രോട്ടീൻസ് വിത്ത് കാറ്റലിറ്റിക് പവർ ആർ നെയിംഡ് എൻസൈംസ്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ എല്ലാം നമ്മൾ കാറ്റലിറ്റിക് പവറുള്ള പ്രോട്ടീൻസിനെ വിളിക്കുന്ന ഒരു സിംഗിൾ ടേം ആണ് എൻസൈംസ്. മെറ്റബോളിക് പാത്വേയെ കുറിച്ച് പറയുമ്പോൾ മെറ്റബോളിക് പാത്വേ രണ്ട് രീതിയിലുള്ള മെറ്റബോളിക് പാത്വേസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അനബോളിക് പാത്വേ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാറ്റബോളിക് പാത്വേ. അപ്പോൾ എന്താണ് അനബോളിക് പാത്വേ? മെറ്റബോളിക് പാത്വേസ് വിച്ച് ലീഡ് ടു എ മോർ കോംപ്ലക്സ് സ്ട്രക്ചർ ഫ്രം എ സിംപ്ലർ സ്ട്രക്ചർ ഈസ് അനബോളിക് പാത്വേ ഓർ ബയോസിന്തറ്റിക് പാത്വേ. അനബോളിക് പാത്വേ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്നും ഒരു സിമ്പിൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് കൊളസ്ട്രോൾ ഫ്രം അസറ്റിക് ആസിഡ്. അപ്പോൾ കൊളസ്ട്രോൾ എന്നൊരു ബയോമോളിക്യൂളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലിപ്പിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ബയോമോളിക്യൂളാണ് കൊളസ്ട്രോൾ. ആ കൊളസ്ട്രോൾ അസറ്റിക് ആസിഡിൽ നിന്നും കൊളസ്ട്രോൾ ആയിട്ട് മാറുന്ന ഒരു സീരീസ് ഓഫ് റിയാക്ഷനാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്രയോ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് അത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആ മോളിക്യൂളായിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ആൻ അനബോളിക് പാത്വേ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂള് ഫോം ചെയ്യുന്നു. ഇനി മറ്റൊന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് പ്രോട്ടീൻസിൻ്റെ കാര്യം. പ്രോട്ടീൻസ് എന്താണ്? അസംബ്ലി ഓഫ് അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻ. അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ട് ഒരു വലിയ പോളിമർ ചെയിൻ ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രോട്ടീനിൻ്റെ സിന്തസിസും അമിനോ ആസിഡുകൾ ചേർന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നതും ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അനബോളിക് പാത്വേ. അനബോളിക് പാത്വേ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പാത്വേ വിച്ച് ലീഡ് ടു എ മോർ കോംപ്ലക്സ് സ്ട്രക്ചർ ഫ്രം എ സിമ്പിൾ സ്ട്രക്ചർ. ഒരു സിമ്പിൾ സ്ട്രക്ചറിൽ നിന്നും കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാകുന്ന മെറ്റബോളിക് പാത്വേയെ വിളിക്കുന്ന പേരാണ് അനബോളിക് പാത്വേ അല്ലെങ്കിൽ ബയോ സിന്തറ്റിക് പാത്വേ. സിന്തസിസ് അവിടെ നടക്കുകയാണ്. ബയോ സിന്തറ്റിക് പാത്വേ. എക്സാമ്പിൾ ഫോർ anabolic pathways are formation of cholesterol from acetic acid, assembly of protein from amino acids. ഇനി എന്താണ് കാറ്റബോളിക് പാത്വേസ് എന്ന് നോക്കാം. മെറ്റബോളിക് പാത്വേസ് വിച്ച് ലീഡ്സ് ടു എ സിമ്പിൾ സ്ട്രക്ചർ ഫ്രം എ കോംപ്ലക്സ് സ്ട്രക്ചർ ഈസ് കാൾഡ് കാറ്റബോളിക് പാത്വേ. അപ്പോൾ നേരത്തെ പറഞ്ഞ അനബോളിക് പാത്വേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അനബോളിക് പാത്വേയിൽ കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്നും അനബോളിക് പാത്വേയിൽ സിമ്പിൾ സ്ട്രക്ചറിൽ നിന്നും കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. എന്നാൽ കാറ്റബോളിക് പാത്വേയിൽ കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്ന് കോംപ്ലക്സ് സ്ട്രക്ചർ സിമ്പിൾ സ്ട്രക്ചറായിട്ട് മാറുന്നു. മെറ്റബോളിക് പാത്വേ വിച്ച് ലീഡ്സ് ടു എ സിമ്പിൾ സ്ട്രക്ചർ ഫ്രം എ കോംപ്ലക്സ് സ്ട്രക്ചർ ഈസ് കാൾഡ് കാറ്റബോളിക് പാത്വേ. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ അവർ സ്കെൽറ്റൽ മസിൽ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമ്മുടെ മസിൽസിനകത്ത് ഗ്ലൈക്കോജൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടായിട്ട് ആ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഹൈ എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഗ്ലൂക്കോസ് ഡയറക്റ്റ് ലാക്റ്റിക് ആസിഡ് എന്നൊരു മോളിക്യൂളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഗ്ലൂക്കോസിനേക്കാളും സിമ്പിളായിട്ടുള്ള ഒരു മോളിക്യൂളാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന മോളിക്യൂൾ. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും കുറേ സീരീസ് ഓഫ് റിയാക്ഷൻസ് നടന്നിട്ട് അതിൽ നിന്നും സിമ്പിളായിട്ടുള്ള ഒരു ലാക്റ്റിക് ആസിഡ് മോളിക്യൂൾ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ കാറ്റബോളിക് പാത്വേ. ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ അവർ സ്കെലിറ്റൽ മസിൽ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ നിന്നും ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് കാറ്റബോളിക് പാത്വേക്ക് ഒരു എക്സാമ്പിളാണ്. ഇനി രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അനബോളിസവും കാറ്റബോളിസത്തിൻ്റെയും ഒരു കമ്പാരിസൺ. അനബോളിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസ്ട്രക്റ്റീവ് ഓർ ബിൽഡിംഗ് അപ്പ് പ്രോസസ്സ്. കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ബിൽഡിംഗ് അപ്പ് പ്രോസസ്സാണ്. ചെറിയ മോളിക്യൂൾസിൽ നിന്നും വലിയ മോളിക്യൂൾസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. എനർജി ഈസ് യൂസ്ഡ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്. ആൻഡ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന എനർജി അതെന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ മോളിക്യൂളിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ് അസംബ്ലി ഓഫ് എ പ്രോട്ടീൻ ഫ്രം അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നത് അനബോളിസത്തിനൊരു എക്സാമ്പിളാണ്. ഇനി കാറ്റബോളിസത്തിനെ കുറിച്ച് പറയുമ്പോഴോ
ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസ്ട്രക്റ്റീവ് ഓർ ബ്രേക്ക് ഡൗൺ പ്രോസസ്. അതായത് വലിയ മോളിക്യൂളിൽ നിന്നും ചെറിയ മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രോസസ്സാണ്. എനർജി ഈസ് റിലീസ്ഡ് ആസ് കൈനറ്റിക് എനർജി. അവിടെ എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ്, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതെന്തിൻ്റെ രൂപത്തിലാണ്? കൈനറ്റിക് എനർജിയുടെ രൂപത്തിലാണ്. എക്സാമ്പിളാണ് ഡീഗ്രഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൂക്കോസ് ഇൻ ടു ലാക്റ്റിക് ആസിഡ് ഇൻ അവർ സ്കെലറ്റൽ മസിൽ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നത് ഒരു കാറ്റബോളിക് റിയാക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യുകയും അതുപോലെ തന്നെ എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനർജി എങ്ങനെയാണ് നമ്മുടെ ലിവിങ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഹൗ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ അവർ ലിവിങ് സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. ലിവിങ് ഓർഗാനിസംസ് ട്രാപ്പ് ദ എനർജി ലിബറേറ്റിംഗ് ഡ്യൂറിങ് ഡീഗ്രഡേഷൻ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ ബോണ്ട്സ്. കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന സമയത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. കെമിക്കൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കിയതാണ്. അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർന്നിട്ട് ആണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. പെപ്റ്റൈഡ് ബോണ്ട്, ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കും എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൽ മോണോസാക്കറൈഡ്സുകൾ തങ്ങളിൽ ലിങ്ക് ചെയ്യുന്ന കെമിക്കൽ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ഗ്ലൈക്കോസിഡിക് ബോണ്ടിൻ്റെ ഫോർമേഷൻ സമയത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അതുപോലെ ന്യൂക്ലിക് ആസിഡ്സിൻ്റെ കെമിക്കൽ ബോണ്ട് നമുക്കറിയാം, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഈ ഒരു ബോണ്ട് ഫോർമേഷൻ സമയത്ത് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലാ ബയോമോളിക്യൂൾസിനകത്തും എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ കെമിക്കൽ ബോണ്ടിൻ്റെ രൂപത്തിലാണ്. As and when needed, this bond energy is utilized for biosynthetic, osmotic and mechanical work that we perform. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ബയോമോളിക്യൂൾസുകൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി നമുക്ക് തരുന്നു. ആ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ സിന്തറ്റിക് പ്രോസസ്സ് ആയാലും ഓസ്മോട്ടിക് പ്രോസസ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ വർക്കിനായാലും ഈ എനർജി നമുക്കപ്പോൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. ഇനി എനർജി സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി കറൻസി ഓഫ് ദ ലിവിങ് വേൾഡ് എന്നറിയപ്പെടുന്ന മോളിക്യൂളാണ് ATP മോളിക്യൂൾ. ATP മോളിക്യൂൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾ. അപ്പോൾ ഹൈ എനർജി കെമിക്കൽ ബോണ്ടാണ് ഇവിടെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടിൻ്റെ രൂപത്തിൽ ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ATP മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൈ എനർജി കെമിക്കൽ ബോണ്ടാണ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എനർജി കറൻസി ഇൻ ലിവിങ് സിസ്റ്റം ഈസ് ദ ബോണ്ട് എനർജി ഇൻ എ കെമിക്കൽ കാൾഡ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP മോളിക്യൂളിനെയാണ് നമ്മൾ ലിവിങ് വേൾഡിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന മോളിക്യൂൾ. വി ക്യാൻ നൗ ഡിസ്കസ് അബൌട്ട് എൻസൈംസ്. എൻസൈംസ് എന്ന ബയോമോളിക്യൂളിനെ കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം. വാട്ട് ആർ എൻസൈംസ്? എന്താണ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ? എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഇപ്പോൾ കാറ്റലിസ്റ്റ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടാകും അല്ലേ? കെമിസ്ട്രിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ, സ്പീഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ വേഗത വർദ്ധിപ്പിക്കുവാനുള്ള ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് എൻസൈംസ്. Enzymes are biological catalysts which speeds up a chemical reaction without itself undergoing any permanent change. ഇപ്പോൾ രാസപ്രവർത്തനം കഴിയുമ്പോൾ എൻസൈംസിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. രാസപ്രവർത്തനം കഴിയുമ്പോൾ എൻസൈം അതേ രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കെമിക്കൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. എൻസൈമിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം, അതായത് നമ്മുടെ ടിഷ്യൂവിൽ റെസ്പിറേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം. അപ്പോൾ ഈ ഒരു ബയോകെമിക്കൽ റിയാക്ഷന് കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം. എൻസൈംസിനെ കുറിച്ച് പറയുമ്പോൾ ഇവയുടെ കെമിക്കൽ നാച്ചർ, എല്ലാ എൻസൈംസും പ്രോട്ടീൻസാണ്. ആൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എല്ലാ എൻസൈംസും കെമിക്കലി ദേ ആർ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇനി എൻസൈംസിൽ
റിബോസൈംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. എല്ലാ എൻസൈംസും പ്രോട്ടീൻ മോളിക്യൂൾ ആണെന്ന് പറയും. എന്നാൽ അതിനൊരു അപവാദമാണ് റിബോസൈംസ് എന്ന് പറയുന്നത്, അതായത് ന്യൂക്ലിക് ആസിഡ്സ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ there are some nucleic acids that behave like enzymes. അപ്പോൾ എൻസൈമിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ്സ് നമുക്കറിയാം, RNAയും DNA ആണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡ്സ്. അതിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ചിലത് അതിന് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഉള്ള RNAയെ വിളിക്കുന്ന പേരാണ് റിബോസൈംസ്. Ribozymes are some nucleic acids that behave like enzymes. എൻസൈമിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ചില ന്യൂക്ലിക് ആസിഡ്സിനെ, ആ ന്യൂക്ലിക് ആസിഡ്സിനെ വിളിക്കുന്ന ഒരു ടേമാണ് റിബോസൈംസ്. ഇനി എൻസൈംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്ന ടേം. എന്താണ് ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? These are regions of enzymes which react with the substrate molecule in a chemical reaction. ഇപ്പോൾ ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളും എൻസൈം മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് അത് പ്രോഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന റീജിയൻ, സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് കെമിക്കൽ റിയാക്ഷന് ഏർപ്പെടുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്സ്. These are the regions of enzymes which react with the substrate molecule in chemical reaction. ആക്റ്റീവ് സൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്ങനെയാണ് ആക്റ്റീവ് സൈറ്റ്സ് ഫോം ചെയ്യുന്നത്? An enzyme, like any protein, has a primary structure, secondary structure and tertiary structure. പ്രോട്ടീൻ മോളിക്യൂൾസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ മോളിക്യൂൾസിന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെറിഷറി സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ ക്വാട്ടർണറി സ്ട്രക്ചറും പ്രോട്ടീനുണ്ട്. എന്നാൽ എൻസൈംസിന് ഈ പറഞ്ഞതുപോലെ പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറി സ്ട്രക്ചറും എൻസൈം മോളിക്യൂളിന് ഉണ്ട്. എൻസൈംസ് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ എൻസൈമായിട്ട് ബിഹേവ് ചെയ്യുന്ന പ്രോട്ടീന് ടെറിഷറി സ്ട്രക്ചറും പ്രൈമറി സെക്കൻഡറി ടെറിഷറി സ്ട്രക്ചറുകളിൽ കാണുന്നുണ്ട്. ഇനി ഇതിൽ ഈ ടെറിഷറി സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇൻ ദ ടെറിഷറി സ്ട്രക്ചർ പ്രോട്ടീൻ ചെയിൻ ഫോൾഡ്സ് അപ്പോൺ ഇറ്റ് സെൽഫ്. മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. പ്രോട്ടീൻ ചെയിൻ എന്ത് ചെയ്യും? ഫോൾഡ് ചെയ്യും, ഇങ്ങനെ ചുറ്റി വരും, ഫോൾഡ് ചെയ്ത് വരും, മടങ്ങി വരും. ദ ചെയിൻ ക്രിസ് ക്രോസസ് ഇറ്റ് സെൽഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് ക്രോസ് ആവും. ഹെൻസ് മെനി ക്രെവിസസ് ഓർ പോക്കറ്റ്സ് ആർ മെയ്ഡ്. അപ്പോൾ ഈ രീതിയിൽ പ്രോട്ടീൻ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരുപാട് വിടവുകൾ ഇതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പോക്കറ്റുകൾ പോലത്തെ പ്ലേസുകൾ ഈ ടെറിഷറി സ്ട്രക്ചറിൽ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു പോക്കറ്റാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ടെറിഷറി സ്ട്രക്ചറിൽ പ്രോട്ടീൻ മോളിക്യൂൾ ഫോൾഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഇൻഫോൾഡിങ്സ് എന്നോ അല്ലെങ്കിൽ ക്രെവിസസ് എന്നോ പോക്കറ്റ് എന്നോ പറയാവുന്ന ഒരു റീജിയനാണ് ആക്റ്റീവ് സൈറ്റ്. ആൻ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആൻ എൻസൈം ഈസ് എ ക്രെവിസ് ഓർ പോക്കറ്റ് ഇൻ ടു വിച്ച് ദ സബ്സ്ട്രേറ്റ് ഫിറ്റ്സ്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഒന്ന് ഫിറ്റ് ആകുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഇതൊരു ആക്റ്റീവ് സൈറ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടീന് ഒരു 3 ഡയമെൻഷണൽ ഫോൾഡിങ്ങിലേക്ക് മാറി ഒരു ടെറിഷറി സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ, ഈ ടെറിഷറി സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ആ പ്രോട്ടീനിന് ഇതുപോലത്തെ ഇൻഫോൾഡിങ്സുകൾ അല്ലെങ്കിൽ ക്രെവിസസുകൾ അല്ലെങ്കിൽ പോക്കറ്റ്സുകൾ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ പോക്കറ്റുകളെയാണ് ആക്റ്റീവ് സൈറ്റ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് സൈറ്റിലാണ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്ന് കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെടുന്നതിന് വേണ്ടി ബൈൻഡ് ചെയ്യുന്നത്, കെമിക്കൽ ബോണ്ട് ഫോർമേഷൻസ് നടക്കുന്നത്. ഇനി നമുക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻസൈം കാറ്റലിസ്റ്റ് ആൻഡ് ഇൻഓർഗാനിക് കാറ്റലിസ്റ്റ്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളുണ്ട്, അതിനെയാണ് നമ്മൾ ഇൻഓർഗാനിക് കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ബയോകെമിക്കൽ റിയാക്ഷൻസിന് സഹായിക്കുന്ന കാറ്റലിസ്റ്റുകളാണ് എൻസൈം കാറ്റലിസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു 2 കാറ്റലിസ്റ്റുകളും തങ്ങളിൽ എന്താണ് വ്യത്യാസം പരിശോധിക്കാം. On major difference between enzyme catalyst and inorganic catalyst is, inorganic catalyst work efficiently at higher temperature and high pressure. അപ്പോൾ സാധാരണ കെമിക്കൽ റിയാക്ഷൻസിൽ ആ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ വേഗത കൂട്ടുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടെമ്പറേച്ചർ കൂട്ടുക, പ്രഷർ കൂട്ടുക എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എൻസൈംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ
while enzymes get damaged at high temperature. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, അതുകൊണ്ട് എൻസൈംസ് ഡാമേജ്ഡ് ആയി പോകും. However, enzymes isolated from organisms who normally live under extremely high temperatures. ഒരുപാട് ഹൈ ടെമ്പറേച്ചറുകളിൽ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ടെന്നറിയാം നമുക്ക്. ബാക്ടീരിയ പോലെയുള്ള ഹോട്ട് സ്പ്രിങ്സുകളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട്, തെർമോ അസിഡോഫൈൽസ് എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകളുണ്ട്, സൾഫർ സ്പ്രിങ്ങിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയാസ് ആണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈ ടെമ്പറേച്ചറിൽ എൻസൈംസിന് സ്റ്റെബിലിറ്റി ഉണ്ട്. However, enzymes isolated from organisms who normally live under extremely high temperature, hot vents and sulfur springs, ഉഷ്ണജലപ്രവാഹങ്ങളിലും സൾഫർ സ്പ്രിങ്സുകളിലും ഒക്കെ അങ്ങനെ എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള എൻസൈംസ് ഈ പറഞ്ഞ കാര്യത്തിനൊരു അപവാദമാണ്. എൻസൈംസ് ഗെറ്റ് ഡാമേജ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറഞ്ഞതിന് ഒരു അപവാദമാണ്. കാരണം ഇവ വെരി ഹൈ ടെമ്പറേച്ചർ, ഏകദേശം 80 മുതൽ 90 ഡിഗ്രി സെൽഷ്യസിൽ വരെ അവയ്ക്ക് നിലനിൽപ്പുണ്ടെന്നാണ്. ആർ സ്റ്റേബിൾ ആൻഡ് റീറ്റെയിൻ ദെയർ കാറ്റലിറ്റിക് പവർ ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ അപ് ടു 80 to 90 ഡിഗ്രി സെൽഷ്യസിൽ വരെ അത്തരം ആ ജീവികളിലെ എൻസൈംസിന് സ്റ്റെബിലിറ്റി ഉണ്ട്, നിലനിൽപ്പുണ്ട്. Thermal stability is thus an important quality of such enzymes isolated from thermophilic organisms. അപ്പോൾ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് തെർമോഫിലിക് ഓർഗാനിസംസ്. ആ ഓർഗാനിസത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള എൻസൈംസിന് തെർമൽ സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു ക്വാളിറ്റി കൂടി ആ എൻസൈംസിനുണ്ട്. Some basic ideas about chemical reactions and rate of a chemical reaction. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, എൻസൈംസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ? കെമിക്കൽ കോമ്പൗണ്ട്സ് അണ്ടർഗോസ് 2 types of changes, physical changes and chemical changes. Physical changes simply refers to a change in shape without breaking of bonds or change in states of matter. ഇപ്പോൾ നമുക്കറിയാം വെള്ളം ഐസിൻ്റെ രൂപത്തിലിരിക്കുന്നതിന് നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ലിക്വിഡിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അതിനെ നമ്മൾ വീണ്ടും ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അത് ഗ്യാസിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനുണ്ടാകുന്ന ചേഞ്ചാണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, ലിക്വിഡിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. പെർമനൻ്റ് ആയിട്ട് ഇതിനൊരു മാറ്റം വരുന്നില്ല. എന്നാൽ പെർമനൻ്റ് ആയിട്ട് വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് സിംപ്ലി റെഫേഴ്സ് ടു എ ചേഞ്ച് ഇൻ ഷേപ്പ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ഓർ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്നാൽ കെമിക്കൽ ചേഞ്ചസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മാറ്ററിന് ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ് നമ്മളിവിടെ സൂചിപ്പിച്ച ഐസ് മെൽസ് ഇൻ ടു വാട്ടർ ഓർ വാട്ടർ ബിക്കംസ് എ വേപ്പർ. When bonds are broken and new bonds are formed during transformation, this will be called chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ബോണ്ടിൻ്റെ ബ്രേക്കപ്പ് നടക്കും, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ബോണ്ടുകൾ തങ്ങളിൽ കൂടിച്ചേർന്നിട്ട് പുതിയ മോളിക്യൂൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറും. ആ രീതിയിൽ നടക്കുന്ന റിയാക്ഷനാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഇക്വേഷനിൽ കാണുന്നത് പോലെ ബേരിയം ഹൈഡ്രോക്സൈഡ് H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റും വാട്ടറും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. അപ്പോൾ ഇതൊരു ഇനോർഗാനിക് കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിളാണ്. ഇനി ഒരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻറ്റു ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് മോളിക്യൂള് ഇതൊരു പോളിസാക്കറൈഡ് മോളിക്യൂളാണ്. ഈ പോളിസാക്കറൈഡ് മോളിക്യൂളിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന കെമിക്കൽ ബോണ്ട് നമുക്കറിയാം ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് അതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. അപ്പോൾ അതൊരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിളാണ്, ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻറ്റു ഗ്ലൂക്കോസ്. ഇനി ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ റേറ്റ് ഓഫ് എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് refers to the amount of product formed per unit time.
ഒരു പ്രത്യേക സമയത്ത് എത്രത്തോളം സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്രത്തോളം റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ റിയാക്ഷൻ ആയാലും ശരി തന്നെ, കെമിക്കൽ റിയാക്ഷൻ ആയാലും ശരി തന്നെ, ഉണ്ടാകുന്നതിന് റേറ്റിനെയാണ് നമ്മൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഫോംഡ് പെർ യൂണിറ്റ് ടൈമാണ് ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റേറ്റ് ഈസ് ഈക്വൽ ടു ΔP/ΔT. ഇപ്പോൾ ΔP എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ΔT ചേഞ്ച് ഇൻ ടൈം. ഇപ്പോൾ ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്, ΔP/ΔT. റേറ്റ്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ടെമ്പറേച്ചറിന് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ഫിസിക്കൽ റിയാക്ഷനിൽ വലിയ റോൾ ഉണ്ടെന്നുള്ളത്. Generally, rate doubles or decreases by half for every 10 degrees Celsius change in either direction. ഒരു കെമിക്കൽ റിയാക്ഷന് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ രീതിയിൽ ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് ഹാഫ് വെച്ച് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് പ്രൊസീഡ് അറ്റ് ഫാസ്റ്റർ റേറ്റ്സ് ദാൻ ദ അൺകാറ്റലൈസ്ഡ് വൺ. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ആ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഈ സാധാരണ നടക്കുന്നതിനേക്കാളും ഫാസ്റ്റർ റേറ്റിൽ ആ റിയാക്ഷൻ നടക്കും. അതായത് കാറ്റലൈസ്ഡ് റിയാക്ഷൻ പ്രൊസീഡ് അറ്റ് ഫാസ്റ്റർ റേറ്റ്സ് ദാൻ ദാറ്റ് ഓഫ് അൺകാറ്റലൈസ്ഡ് ഓൺസ്. When enzyme catalyzed reactions are observed, the rate would be vastly higher than the same but uncatalyzed reaction. ഇപ്പോൾ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, വളരെ ഹൈ റേറ്റിലായിരിക്കും അൺകാറ്റലൈസ്ഡ് റിയാക്ഷനേക്കാളും നടക്കുന്നത്. ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. നേരത്തെ പറഞ്ഞ എൻസൈം തന്നെ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് സഹായിക്കുന്ന എൻസൈം, അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. ഈ എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ഒന്ന് പരിശോധിക്കാം. It is the enzyme which involved in the formation of carbonic acid in tissue respiration. Carbonic anhydrase catalyzes the combination of carbon dioxide water to carbonic acid. This is the fastest enzyme in the living world. ഇപ്പോൾ നമ്മുടെ ജീവനുള്ളവയുടെ ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ കെമിക്കൽ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറുന്ന റിയാക്ഷനാണ് നമ്മുടെ ജീവലോകത്തിൽ ഏറ്റവും വേഗതയിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ വിത്ത് എ സ്പീഡ് ഓഫ് 6 lakhs മോളിക്യൂൾ പെർ സെക്കൻഡ്. അതിൻ്റെ വേഗത നോക്കൂ, ഒരു സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂൾ കാർബോണിക് ആസിഡാണ് ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന പ്രോസസ്സിൽ ഈ ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ ആ ഒരു റിയാക്ഷൻ്റെ വേഗത എന്ന് പറയുന്നത് 6 lakhs പെർ സെക്കൻഡാണ്. എന്നാൽ ഈ എൻസൈം ഇല്ലാത്ത, ഈ ഒരു എൻസൈം കാറ്റലിസ്റ്റ് ഇല്ലാത്ത ഒരു റിയാക്ഷനാണ് ഈ സെയിം റിയാക്ഷൻ. ഈ സെയിം റിയാക്ഷൻ എൻസൈമിൻ്റെ ആബ്സെൻസിൽ നടക്കുന്നതിൻ്റെ റേറ്റ് നോക്കിക്കേ, ഓൺലി 200 മോളിക്യൂൾസ് പെർ അവർ. ഒരു മണിക്കൂറിൽ 200 മോളിക്യൂൾ മാത്രം. എന്നാൽ എൻസൈമിൻ്റെ പ്രസൻസിൽ ഒരു സെക്കൻഡിൽ 6 ലക്ഷം മോളിക്യൂൾസാണ്. അപ്പം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് കെമിക്കൽ റിയാക്ഷനെ കൊണ്ടുപോകുന്ന ഒരു എൻസൈമാണ് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈം ഇൻ ദ ലിവിങ് വേൾഡ്. മെറ്റബോളിക് പാത്വേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. there are thousands of types of enzyme each catalyzing a unique chemical or metabolic reaction. ഇപ്പോൾ ഒരു മെറ്റബോളിക് റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു റിയാക്ഷനാണ് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്ന ഒരു ഗ്ലൈക്കോളിസിസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഓരോ സ്റ്റെപ്പും കാറ്റലൈസ് ചെയ്യാനായിട്ട് എൻസൈംസ് ഉണ്ട്. അപ്പോൾ ഈ എൻസൈംസിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. There are thousands of type of enzyme each catalyzing a unique chemical or metabolic reaction. ഇപ്പോൾ ഒരു മെറ്റബോളിക് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആയിരക്കണക്കിന് ടൈപ്പ് എൻസൈംസ് ഉണ്ടാവും. A multi-step chemical reaction when each of the step is catalyzed by the same enzyme complex or different enzyme is called a metabolic pathway. ഇപ്പോൾ ഒരു എൻസൈമിൻ്റെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് എൻസൈം
കാറ്റലൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷനെയാണ് മെറ്റബോളിക് പാത്വേ എന്ന് പറയുന്നതെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഗ്ലൂക്കോസിൻ്റെ കാര്യം ഒന്നുകൂടി പരിഗണിക്കാം. അപ്പോൾ ഗ്ലൂക്കോസ് ഈ ഒരു റിയാക്ഷൻ നടന്നിട്ട് പൈറൂവിക് ആസിഡായിട്ട് മാറുന്ന പ്രോസസ്സ്. ഇതൊരു മെറ്റബോളിക് പാത്വേക്ക് എൻസൈം കാറ്റലൈസ്ഡ് മെറ്റബോളിക് പാത്വേക്ക് ഒരു ഉദാഹരണമാണ്. ഹൗ എൻസൈംസ് ബ്രിങ് അബൌട്ട് ഹൈ റേറ്റ് ഓഫ് കെമിക്കൽ കൺവേർഷൻസ്. എങ്ങനെയാണ് എൻസൈംസിന് ഈ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടൊരു കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് എൻസൈംസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? നമുക്ക് പരിശോധിക്കാം. In chemical reactions, enzymes convert substrates into products. Chemical reaction നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? എൻസൈംസ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ, പിക്ചറിൽ കാണുന്ന ഇതാണ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈൻഡിങ് നടന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ അത് പ്രോഡക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നു. ഇൻ കെമിക്കൽ റിയാക്ഷൻ എൻസൈംസ് കൺവേർട്ട് സബ്സ്ട്രേറ്റ്സ് ഇൻ ടു പ്രോഡക്ട്സ്. അപ്പോൾ സിംപ്ലി നമുക്ക് S is converted to P എന്ന് നമുക്ക് പറയാം. ഡ്യൂറിങ് ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം കമ്പൈൻസ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഫോംസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എൻസൈംസിൽ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ട്. ഈ ആക്റ്റീവ് സൈറ്റ്സിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ദിസ് കോംപ്ലക്സ് ഫോർമേഷൻ ഈസ് എ ട്രാൻസിയൻറ്റ് ഫിനോമിനൻ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസിയൻറ്റ് ഫിനോമിനാണ്, ഒരു ടെമ്പററി ആക്ഷനാണ്, ഒരു നൈമിഷികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഡ്യൂറിങ് ദ സ്റ്റേറ്റ് വെയർ സബ്സ്ട്രേറ്റ് ഈസ് ബൗണ്ട് ടു ദ എൻസൈം ആക്റ്റീവ് സൈറ്റ് എ ന്യൂ സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് കാൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ ഈസ് ഫോംഡ്. ഇപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ ബോണ്ടിങ് നടന്നു കഴിയുമ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നു. ആഫ്റ്റർ ദ എക്സ്പെക്റ്റഡ് ബോണ്ട് ബ്രേക്കിംഗ് ഓർ മേക്കിംഗ് ഈസ് കംപ്ലീറ്റഡ് ദ പ്രോഡക്റ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ ആക്റ്റീവ് സൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂള് രണ്ട് പ്രോഡക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഒരു ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ട്. ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ സബ്സ്ട്രേറ്റ് കൂടി ചേർന്നിട്ട് പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ ബോണ്ട് മേക്കിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ എന്തായാലും ബോണ്ട് ബ്രേക്കിങ്ങോ മേക്കിങ്ങോ ഏത് റിയാക്ഷനാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? എൻസൈമിൽ നിന്നും പ്രോഡക്റ്റ് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ആക്ഷൻ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് കാണാം, ഇവിടെ എക്സ് ആക്സിസിൽ പ്രോഡക്റ്റിനെ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി കാണിച്ചിട്ടുണ്ട്, സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കാണിച്ചിരിക്കുന്നത് ആരുടെ പൊട്ടൻഷ്യൽ എനർജിയാണ്? സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ, അതുപോലെ നമുക്കിവിടെ പ്രോഡക്റ്റിനെ നമുക്ക് പി എന്ന രൂപത്തിൽ കാണാം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. The y-axis represents the potential energy content. The x-axis represents the progression of the structural transformation of substrate into product or the transition state. അപ്പോൾ ഈ ആക്സിസിൽ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രസ് ആണ്. പ്രോഗ്രസ് ഓഫ് സ്ട്രക്ചറൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ എന്തായിട്ട് മാറണം? പ്രോഡക്റ്റായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ വൈ ആക്സിസിൽ എക്സ് ആക്സിസിൽ സൂചിപ്പിക്കുന്നത്. ദർ ഈസ് എനർജി ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് പി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരുടെ പൊട്ടൻഷ്യൽ എനർജിയാണ്? സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ദർ ഈസ് ആൻ എനർജി ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റിന് ഇനിഷ്യലി ഇതാ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഇതാ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പൊട്ടൻഷ്യൽ എനർജി സബ്സ്ട്രേറ്റ് മോളിക്യൂളുണ്ട്. പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ കാണിക്കുന്നതാണ്. ഇതാണ് പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർ അറ്റൈനിങ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സബ്സ്ട്രേറ്റ് ഹാസ് ടു അറ്റൈൻ എ ഹയർ എനർജി ലെവൽ. ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം
ഇവിടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇതാ ഇവിടെ വരെ ഉണ്ട്. ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂള് പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂള് കുറേ എനർജി കൂടെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ നേടിയെടുക്കേണ്ടി വരുന്ന എനർജി, ആ എനർജി ലെവല്, അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. സബ്സ്ട്രേറ്റ് മോളിക്യൂള് പ്രോഡക്റ്റായിട്ട് മാറാൻ, അപ്പോൾ സാധാരണ ഇരിക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സബ്സ്ട്രേറ്റ് മോളിക്യൂള് പ്രോഡക്റ്റായിട്ട് മാറണമെങ്കിൽ ഇതാ ഈ ഒരു ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൂടി ഇത് അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ടു ആക്ടിവേറ്റ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് to a condition in which they can undergo chemical transformation. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ലെവലിൽ നിൽക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂള് പ്രോഡക്റ്റായിട്ട് മാറാൻ കൊടുക്കേണ്ടി വരുന്ന എനർജി, ആ എനർജിയെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിൻ്റെ ആറ്റംസിൽ അല്ലെങ്കിൽ മോളിക്യൂൾസിന് അത് ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്സ്ട്രേറ്റിൽ നിന്നും പ്രോഡക്റ്റായിട്ട് മാറുന്ന അവസ്ഥ. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള എനർജി ലെവലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി ലെവൽ എൻസൈം ഒന്നും കാറ്റലൈസ് ചെയ്യാതെയുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ഇവിടെ കാണാം ഇതൊരു ഹൈ ലെവലിലേക്ക് പോകുന്നു. എന്നാൽ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെങ്കിൽ ഈ ആക്ടിവേഷൻ എനർജിയെ ഈ ലെവലിൽ നിന്നും ഈ ലെവലിലേക്ക് താഴ്ത്തി കൊണ്ടുവരുവാൻ പറ്റുന്നു. Enzyme lower activation energy of the substrate molecule to attain the transition state. അപ്പോൾ എൻസൈം റിയാക്ഷനിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? എൻസൈംസ് എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്? എൻസൈംസ് അവ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക്, സബ്സ്ട്രേറ്റ് മോളിക്യൂള് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നതിനാവശ്യമായിട്ടുള്ള ആക്ടിവേഷൻ എനർജിയെ ലോവർ ചെയ്യുന്നു, കുറച്ചു കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ എളുപ്പത്തിൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറുവാൻ എൻസൈംസ് സഹായിക്കുന്നു. എൻസൈം ലോവർ ആക്ടിവേഷൻ എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ടു അറ്റൈൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. Each enzyme has a substrate binding site in its molecule so that a highly reactive enzyme substrate complex is formed. എൻസൈം മോളിക്യൂളിന് സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റ് നമ്മൾ പറഞ്ഞു, ആക്റ്റീവ് സൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റും കൂടെ ബൈൻഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ദിസ് കോംപ്ലക്സ് ഈസ് ഷോർട്ട് ലിവ്ഡ്. ഈ കോംപ്ലക്സ് ഒരു ട്രാൻസിയൻ്റ് ആണെന്ന് പറഞ്ഞു, ഷോർട്ട് ലിവ്ഡ് ആണ്. ആൻഡ് ഡിസോസിയേറ്റ് ഇൻ ടു പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. And the unchanged enzyme with an intermediate formation of the enzyme product complex. അതൊരു enzyme product complex ആയിട്ട് മാറുന്നു. Each enzyme has a substrate binding sites in its molecule so that a highly reactive enzyme substrate complex is produced. The complex is short-lived and dissociate into products P and the unchanged enzyme with an intermediate formation of the enzyme product complex. The catalytic cycle of an enzyme action can be described in the following steps. ഇപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇപ്പോൾ എൻസൈംസിൽ ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഈ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അടുത്ത ഒരു ലെവലിലേക്ക് മാറുന്നു, അതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതിനെയാണ് നമ്മൾ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എൻസൈംസും പ്രോഡക്ട്സുമായിട്ട് മാറുന്നു. സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ്, ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ഫിറ്റിംഗ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ്. Substrate molecule bind to the enzyme fitting into the active site. The binding of the substrate induces the enzyme to alter its shape. അപ്പോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈംസിൻ്റെ ഷേപ്പിൽ, നേരത്തെ പറഞ്ഞു എൻസൈംസ് ഒരു ടെറിഷറി സ്ട്രക്ചർ ലെവലിലാണ് കാണുന്നത്.
അപ്പോൾ ആ ഒരു ടെറിഷറി സ്ട്രക്ചർ ലെവലിൻ്റെ ഷേപ്പിന് ഒരു ചെറിയ ആൾട്രേഷൻ സംഭവിക്കുന്നു. അങ്ങനെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ടൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു? എൻസൈം ഫിറ്റാക്കുന്നു. എൻസൈം ടു ആൾട്ടർ ഇറ്റ്സ് ഷേപ്പ്, ഫിറ്റിംഗ് മോർ ടൈറ്റ്ലി അറൗണ്ട് ദ സബ്സ്ട്രേറ്റ്. The active site of the enzyme breaks the chemical bond of the substrate. അപ്പോൾ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ്സ് സബ്സ്ട്രേറ്റിൻ്റെ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് ദ ന്യൂ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഈസ് ഫോംഡ്. അപ്പോൾ അടുത്ത് ഫോം ചെയ്യുന്ന ഈ രൂപത്തിനെ വിളിക്കുന്ന പേരാണ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ വെച്ചിട്ട് ആക്റ്റീവ് സൈറ്റ്സ് സബ്സ്ട്രേറ്റ് മോളിക്യൂളിന് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്തുണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. ദ എൻസൈം റിലീസസ് ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ ആൻഡ് ദ ഫ്രീ എൻസൈം ഈസ് റെഡി ടു ബൈൻഡ് അനദർ മോളിക്യൂൾ. അപ്പോൾ എൻസൈം അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ഈ എൻസൈം വീണ്ടും അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പോകുന്നു. എൻസൈമിന് ഒരു കെമിക്കൽ ചേഞ്ചും ഉണ്ടാകുന്നില്ല. Enzyme is ready to bind to another molecule of the substrate and run through the catalytic cycle once again. ഈ രീതിയിലാണ് എൻസൈം ആക്ഷൻ നടന്നു പോകുന്നത്. For video lessons, please subscribe TLP's biology classes. Thank you.